ഹലോ ഗായ്സ്, ഇന്ന് രാവിലെ കുറച്ച് നേരത്തെ എണീറ്റിട്ടോ. പക്ഷേ അതുകൊണ്ട് തന്നെ ഭയങ്കര കിളിപോയ കളിയായിരുന്നു. പക്ഷേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനും അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ മീറ്റിംഗ് ഉണ്ടായിരുന്നു. സോ പോസിറ്റീവായിട്ട് എന്നെ തുടങ്ങാമെന്ന് വിചാരിച്ച്. ഇത് ഞാൻ ഡെയിലി കുടിക്കുന്ന ഒരു ഡ്രിങ്കാണ് കേട്ടോ. ഇളം ചൂടുവെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞ് ഇത് നമ്മുടെ ഡൈജഷനൊക്കെ ബെസ്റ്റാണ് കേട്ടോ. അങ്ങനെ അതും കുടിച്ച് നേരെ ഒരു കുളി പാസ്സാക്കാൻ കയറി. അതിന് ശേഷം കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ച്. ഞാൻ പണ്ട് 3 നേരവും പുറമേ നിന്ന് കഴിക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ കഴിച്ച് വയറും പൈസയൊക്കെ പോയപ്പം കുക്കിംഗ് പഠിച്ചേ തീരൂ എന്നുള്ളൊരു ഗതിയായി. അങ്ങനെ പഠിച്ചെടുത്താണിത്. എന്നാലും ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ മാത്രമേ കഴിക്കാറുള്ളൂ കേട്ടോ, വേറെ ആർക്കും കൊടുക്കാറില്ല. അപ്പോൾ അതാണല്ലോ നമുക്ക് നല്ലത്. അതായത് വേറെ ഒരാളെ അടുത്ത് അടി വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. രാവിലെ പൊതുവേ ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലുമാണ് ഉണ്ടാക്കാറ്. പ്രത്യേകിച്ച് ഇന്ന് ഒട്ടും സമയമില്ലാത്തതുകൊണ്ട് ഓട്സ് ഉപ്പുമാവ് സെറ്റാക്കാമെന്നാണ് വിചാരിച്ച്. ഇതാണെങ്കിൽ വളരെ സിമ്പിളുമാണ്, വേഗം കഴിയുകയും ചെയ്യും. പിന്നെ എനിക്കിത് അത്യാവശ്യം ലൈക്കുമാണ്. ഉണ്ടാക്കി കഴിഞ്ഞാൽ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്നതും പാർട്ട് ഓഫ് ദ കുക്കിംഗ് ആയി. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ കഴുകിയില്ലെങ്കിൽ വേറെ ആരും കഴുകില്ല, അതവിടെ തന്നെ കിടക്കും. അത് പിന്നെ ഒരു ഇരട്ടിപ്പണിയാവുമെന്ന് വിചാരിച്ച് ഞാൻ തന്നെ അന്നപ്പം തന്നെ കഴുകി വെക്കും. ഞാൻ തന്നെയാണല്ലോ അതൊക്കെ ചെയ്യുന്നതെന്ന് ആലോചിക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അത്ഭുതം വരാറുണ്ട്. പിന്നെ പോകും വഴി ഒന്ന് അമ്പലത്തിൽ കയറി പ്രസാദവും വാങ്ങി നേരെ ഓഫീസിലേക്ക്. 8:50 ആകുമ്പോഴേക്ക് ഞാൻ ഓഫീസിലെത്തി. അത് കഴിഞ്ഞ് നേരെ 9 മണിയിലെ കോള് കയറുമ്പേ പയിച്ചുകൊണ്ടിരിക്കുന്നു. കോള് കഴിയലും ഞാൻ എൻ്റെ പാത്രം എടുത്ത് നേരെ പാൻട്രിയിലേക്ക് ഓടി. ലേറ്റ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ആരും ഉണ്ടായില്ല പാൻട്രിയിൽ. സോ ഫുൾ കോൺസെൻട്രേഷൻ കഴിപ്പിലായിരുന്നു. അങ്ങനെ അസൈൻഡായ ടാസ്കൊക്കെ ഒരു കരയ്ക്ക് അടുപ്പിച്ച ശേഷം ഉച്ചയ്ക്ക് 1 മണിയായി. അപ്പോൾ ഒരു കഞ്ഞി കുടിക്കാനൊരാഗ്രഹം. അങ്ങനെ നേരെ ഞാൻ നെല്ലിക്കയിലോട്ട് പോയി. ഇവിടുത്തെ സ്പെഷ്യൽ കഞ്ഞിയാട്ടോ എൻ്റെ ഫേവറേറ്റ്. അതിൽ കഞ്ഞിയിൽ കപ്പ, ക്യാരറ്റ്, തൈര് എല്ലാം ഇട്ടിട്ട് ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ കഞ്ഞിയൊക്കെ കുടിച്ച് ബാക്കി കംപ്ലീറ്റ് ചെയ്യേണ്ട ടാസ്കൊക്കെ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്ക് വൈകുന്നേരത്തെ ചായ കുടിക്കാൻ കുറച്ച് ലേറ്റായാലും നമ്മൾ മലയാളികൾക്ക് ചായ ഒഴിവാക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ ചായ കുടിക്കുമ്പോഴാണ് പുതിയ വെൻഡിങ് മെഷീൻ കണ്ടത്. അന്നപ്പോൾ കുറിക്കാൻ എന്തെങ്കിലും വാങ്ങാനൊരു ആഗ്രഹം. അങ്ങനെ കുറിക്കാനും വാങ്ങി. സാധനം ഒന്ന് എടുക്കുമ്പോൾ കൈ ചെറുതായിട്ടൊന്ന് സ്റ്റക്കായി. അതിൻ്റെ ഉള്ളിൽ സാധനം കുറച്ച് ടൈറ്റാണ്. ഓഫീസിൽ നിന്ന് നേരെ ഞാൻ ജിമ്മിലേക്ക് പോകുന്നതിനെ കൊണ്ട് ജിം ഡ്രസ്സും ഞാൻ ബാഗിലെടുത്ത് വെക്കാറുണ്ട്. പിന്നെ ബേസിക് ആയിട്ടുള്ള കുറച്ച് എക്സസൈസും സ്ട്രെച്ചിങ്ങും പിന്നെ വെയിറ്റ് വർക്കൗട്ടുമാണ് ഞാൻ സാധാരണ ചെയ്യാറ്. വീട്ടിലെത്തുമ്പോഴേക്കും ഒടുക്കത്തെ ക്ഷീണമായിരിക്കും. അപ്പോൾ എന്തെങ്കിലും കഴിച്ച് പിന്നെ കുറച്ച് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ വായിച്ചിട്ട് നേരെ ഞാൻ കിടക്കും. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, ബൈ.